السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آله وصحبه وبارك. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله. ആദരണീയരായ ഉലമാക്കളെ, പണ്ഡിതന്മാരെ, വിശുദ്ധ ഖുർആൻ മനനം ചെയ്ത് പൂർത്തീകരിച്ച ഹാഫിളുകളെ, ആലിം കോഴ്സ് പൂർത്തിയാക്കിയ ആലിമുകളെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമുകളെ, മറ്റു സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ആദ്യന്തം ഏറ്റവും മുബാറക്കായ നിലയിൽ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിൽ എന്നല്ല, ഇന്ന് കേരളത്തിൽ തന്നെ ഒരു പരിധിവരെ കേരളത്തിൻ്റെ പുറത്തും വളരെ പ്രശസ്തമായി നടന്നു വരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് നമ്മുടെ നജ്മുൽ ഹുദ മദ്രസ അഥവാ ഈ കോളേജ്. പടിപടിയായിട്ടാണ് ഇതിൻ്റെ വളർച്ച മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിനെ പരിചയമുള്ള ആളുകളൊക്കെ അറിയാം. പല സ്ഥാപനങ്ങളും വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട നിലയിൽ തുടങ്ങാറുണ്ടെങ്കിലും അതൊക്കെ ഒന്നുകിൽ പകുതി വഴിയിൽ സ്തംഭിച്ചു പോവുകയോ അല്ലെങ്കിൽ വളരെ ശുഷ്കിച്ചു വരികയോ ചെയ്യുന്ന ഒരവസ്ഥ കാണപ്പെടാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കൊല്ലവും തൊട്ടു മുമ്പുള്ള കൊല്ലത്തേക്കാൾ പല നിലയിലും പുരോഗമനപരമായ കാര്യങ്ങൾ ആവിഷ്കരിച്ചു നടപ്പാക്കി ആ നിലയ്ക്ക് സ്ഥാപനം വളരെ നല്ല നിലയിൽ അതിവേഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ അപാരമായ മഹത്തായ ഫളുലും തൗഫീഖും ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിന് പല നിമിത്തങ്ങളും ഉണ്ടാകും, പല കാരണങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഞാൻ കാണുന്നത്, നിങ്ങളും ഒരുപക്ഷെ അതായിരിക്കും കാണുന്നത്, ഇതിൻ്റെ സ്ഥാപകർക്കും അതിൻ്റെ നടത്തിപ്പുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഖിദ്മത്തെടുക്കുന്ന ആളുകൾക്ക് മൊത്തത്തിലുമുള്ള ഒരു നല്ല നിയ്യത്താണ്, ഇഖ്ലാസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്.
അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാവുക നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കപ്പെടുമ്പോൾ മാത്രമാകുന്നു എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ നല്ല നിയ്യത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി സ്ഥാപിതമാവുകയും അതേ നിലയിൽ തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കുവാനും ആ ദീൻ വികസിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിക്കപ്പെടാനും ഇതിനെല്ലാം പാകത്തിൽ ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഥാപനം മുന്നോട്ട് ഇതുവരെ നീങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അതിൻ്റെ പ്രതിഫലനം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളിൽ കൂടി നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. കേരളത്തിൻ്റെ ഉള്ളിലും പുറത്തുമായി നൂറുകണക്കിന് ആലിമുകളും ഹാഫിളുകളുമായി ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളായി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കൽ നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് നല്ല ഇൽമും ആ ഇൽമു പ്രകാരം പ്രവർത്തിക്കുന്ന ഉലമാവുമാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീൻ ലോകത്ത് പ്രബോധനം ചെയ്യാനും ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അല്ലാഹു തആല നിയോഗിച്ചത് പ്രവാചകന്മാരെയാണ്, അമ്പിയാക്കളെയും മുർസലുകളെയുമാണ്. അപ്പോൾ ആ അമ്പിയ മുർസലുകളിൽ കൂടി അല്ലാഹു തആല ലോകത്ത് മനുഷ്യരാശിയിൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്നു. ആ പ്രവാചകന്മാർക്ക് അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവർത്തിക്കുന്ന ഉലമാ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നല്ല ഉഖറവിയായ നല്ല ആഴത്തിൽ വിവരമുള്ള തഖ്വയുള്ള അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഹക്കിനെതിരെ ആരെയും ഭയപ്പെടാത്ത എന്നാൽ ഹക്കിന് വേണ്ടി ആർക്കും താഴ്ന്നു കൊടുക്കുന്ന ആ രൂപത്തിലുള്ള യഥാർത്ഥ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്കുള്ള ഇൽമും അമലുമാണ്, അവരെ ദഅവത്താണ്, അവരെ തബ്ലീഗ് പ്രവർത്തനമാണ് ലോകത്ത് ദീൻ നിലനിൽക്കുവാൻ അടിസ്ഥാനപരമായ കാരണം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനവും ഇവിടെ പഠിച്ചവരും പഠിച്ചു കൊണ്ടിരിക്കുന്നവരും ഇവിടുത്തെ ഉസ്താദുമാരും ഭരണകർത്താക്കളും എല്ലാവരും അക്കാര്യത്തെപ്പറ്റി തികഞ്ഞ ബോധമുള്ളവരാണ്. അപ്പോൾ ഇന്നിവിടെ അൽഹംദുലില്ലാഹ് ഈ ഒരു സമ്മേളനം ഇവിടെ പല പരിപാടികളാണ്. ഇന്നും നാളെയുമായി വൈവിധ്യങ്ങളായ ഒരുപാട് സമ്മേളനങ്ങൾ, ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഏകദേശം തുടക്കമാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ സമ്മേളനങ്ങളിലും എല്ലാ പരിപാടികളിലും പ്രഗത്ഭരായ പണ്ഡിതന്മാരും കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരും കേരളക്കാരുമായ ധാരാളം പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ നമ്മെ അഭിസംബോധന ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, ഉമറാക്കൾ അവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ശബ്ദമായി നിലകൊള്ളുന്ന, ശരീഅത്തിൻ്റെ കാവലാളുകളായി നിലകൊള്ളുന്ന ദൈവന്ത്യ ഉലമാഇന്റെ പ്രതിനിധികളും ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള മഹാരഥന്മാർ പങ്കെടുക്കുന്ന ഒരു മഹത്തായ പരിപാടിയാണ്. ഈ സെക്ഷനിൽ ഇവിടെ നടക്കാൻ പോകുന്നത്, ഇവിടെ ഇപ്പോൾ ആദ്യത്തെ പരിപാടി എല്ലാവർക്കും അറിയാം. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഹിഫ്ള് പൂർത്തിയാക്കിയ ആളുകൾ അഥവാ ഖുർആ,
ഹിഫാദുൽ ഖുർആൻ, ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ആളുകൾ അവർ ഭാഗ്യവാന്മാരാണ്. അവരെ അനുമോദിക്കുന്നു. അതുപോലെ സമയം പോലെ അവർക്ക് സനദും കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ ഒരാളുടെ കൽബിൽ അത് പൂർണ്ണമായി ഉറക്കുക എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ ആദരിച്ചു എന്ന് മനസ്സിലാക്കണം. വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു പദം പോലും തെറ്റാതെ, ഒരക്ഷരം പോലും തെറ്റാതെ വളരെ കൃത്യമായി ഒരു വ്യക്തിയുടെ കൽബിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, അഥവാ അവൻ ഒരു യഥാർത്ഥ ഹാഫിദുൽ ഖുർആനായി കഴിഞ്ഞാൽ അവൻ വാസ്തവത്തിൽ ഒരു സാധാരണക്കാരനല്ല. അള്ളാഹുവിൻ്റെ കലാം അല്ലാഹു തആല ഏതെങ്കിലും സ്ഥലത്തല്ല കൊണ്ടുപോയി വെക്കുക, ഉചിതമായ സ്ഥലത്താണ്. അപ്പോൾ ഖുർആൻ സൂക്ഷിക്കുവാൻ പറ്റിയതാണ്. നിങ്ങളുടെ കൽബ് അഥവാ നിങ്ങളെ സദർ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഖുർആൻ സമ്പൂർണ്ണമായി അല്ലാഹു തആല നിങ്ങളെ കൽബിൽ നിക്ഷേപിച്ചത്. അപ്പോൾ വലിയൊരു ഭാഗ്യമാണത്. ലോകത്ത് ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഹിഫ്ളാക്കാൻ കഴിയുക എന്നത്. അപ്പോൾ ഇക്കൊല്ലം പുതുതായി ഹിഫ്ള് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ, ഹാഫിളുകൾ, അവരെ മുക്തകണ്ഠം അനുമോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിഫ്ള് വളരെ നല്ല നിലയിൽ നിലനിർത്താനും മരണം വരെ ഖുർആന്റെ ഹാഫിളീങ്ങളും ഖുർആൻ കൊണ്ടുള്ള ആമിലീങ്ങളും ഖുർആൻ പ്രകാരമുള്ള ആലിമീങ്ങളും ഖുർആൻ കൊണ്ട് തന്നെ ജനങ്ങൾക്കുള്ള ദായികളും ഖുർആൻ കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനെ തബ്ലീഗ് ചെയ്യുന്ന മുബല്ലിഗുകളും എല്ലാം ആയിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന് തൊട്ടു മുമ്പും ഒരുപാട് ഹാഫിളുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഇതിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്ന് പോയിട്ടുണ്ട്, പരിസര മഹല്ലുകളിൽ നിന്നും പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു തആല ആ ഹിഫ്ളിൽ വലിയ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നന്നായി പഠിച്ചു, വീണ്ടും വീണ്ടും പഠിച്ചു, നല്ല കാരികളും നല്ല ആലിമുകളും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് ആ പാരായണം ചെയ്യപ്പെടുന്ന ആ ആയത്ത് അത് കൃത്യമായി മനസ്സിലാക്കി, ആശയം കൃത്യമായി മനസ്സിലാക്കി. സലഫു സാലിഹുകൾ എങ്ങനെ ആ ആയത്ത് മനസ്സിലാക്കിയോ അങ്ങനെ ആ ആയത്ത് മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് അതേ രൂപത്തിൽ തന്നെ യാതൊരു ഭേദഗതിയുമില്ലാതെ, വളച്ചുകെട്ടില്ലാതെ, ഏറ്റുകയോ കുറക്കുകയോ ചെയ്യാതെ അള്ളാഹുവിൻ്റെ കലാമ് തനതായ രൂപത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു വളരുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ മുത്തഅല്ലിമുകൾക്കും അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ നടത്തിപ്പുകാരൻ അഥവാ നടത്തിപ്പുകാർ, അവർക്കൊക്കെയുള്ള ഒരു വലിയ അംഗീകാരം കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാന്യനായ, എല്ലാവർക്കും പ്രിയങ്കരനായ, എത്ര തന്നെ പറഞ്ഞാലും വീണ്ടും പറയാൻ നാം ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട മർഹൂം ഇബ്രാഹിം ഹാജി നവ്വറല്ലാഹു മർഖദ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുസ്മരണം ഇവിടെ വിപുലമായി നടക്കാൻ പോകുന്നു. വാസ്തവത്തിൽ ഈ സ്ഥാപനത്തിൽ നടത്തപ്പെടുന്ന ഏതൊരു പരിപാടിയാവട്ടെ, നല്ല ഏതൊരു പരിപാടിയാവട്ടെ, അദ്ദേഹത്തിൻ്റെ ആത്മാവുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അതൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഇബ്രാഹിം ഹാജി, അദ്ദേഹം തൊട്ടടുത്ത് തന്നെ ഈ പരിപാടി ആത്മീയമായി വീക്ഷിക്കുന്നുണ്ട്. ഭൗതികമായി നാം കാണുന്നില്ലെങ്കിലും ആത്മീയമായി ഈ പരിപാടികളൊക്കെ വീക്ഷിച്ചുകൊണ്ട് അതിൽ അദ്ദേഹം സംതൃപ്തനായി തന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പവിത്രമായ ആ ഖബർ വിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും സ്വർഗീയമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ഇവിടെ പഠിക്കുന്ന, ഇവിടെ പഠിപ്പിക്കുന്ന
എല്ലാവരെ തൊട്ടും ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന എല്ലാവരെ തൊട്ടും അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. അതുപോലെ ആ പിതാവിൻ്റെ ആ ശരിയായ പാത, കൃത്യമായ പാത, അതിൽ നിന്ന് ഒരിക്കലും വഴിതെറ്റിപ്പോവാതെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ പിതാവ് ഈ സ്ഥാപനം വളർത്തിക്കൊണ്ടുവന്നത് അതേ ലക്ഷ്യത്തിൽ കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആ ഒരു വാശിയോടും ആവേശത്തോടും കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളും ബന്ധുക്കളുമെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഭാര്യ, സന്തതികൾ അടക്കമുള്ള എല്ലാ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലുമുള്ള എല്ലാ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും അല്ലാഹു തആല അവർക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. സ്ഥാപനത്തെ വളരെ വളരെ ഉയരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കുവാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന് എല്ലാ നിലയിലും സേവനം ചെയ്യുന്ന നമ്മുടെ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, മറ്റ് ഹാദിമ്യങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും നല്ല പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രവൃത്തിയിലൊക്കെ പടച്ചവൻ നല്ല ഇഖ്ലാസും നല്ല തൗഫീഖും അഭിവൃദ്ധിയും നൽകുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മൊത്തത്തിൽ എല്ലാവരെയും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനിച്ചിട്ട് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ തുടങ്ങിയോ അതിനേക്കാൾ മെച്ചമായിട്ട് ഈ പരിപാടി സമാപിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.